ഹേ ഗായ്സ്, തുടരും കണ്ടിറങ്ങി. എന്തൊരു ചേലാണ് ആ പാട്ടില്ലേ. അതെനിക്ക് തോന്നുന്നു ലാലേട്ടനെ വെച്ചെഴുതിയതാണ്. എന്തൊരു ഭംഗിയാടാ പുള്ളീനെ കാണാൻ, എന്ത് ഗ്രേസാ. ആ താടി അവിടെ ഇരുന്ന് എന്തായിരുന്നു കുഴപ്പം, എത്ര പേർക്കായിരുന്നു പ്രശ്നം, എന്ത് ഭംഗിയാന്നറിയോ. അതുപോലെ ഭംഗി മാത്രമല്ല, ഈ പടത്തിൽ ഉടനീളം പുള്ളി അഭിനയിച്ചേക്കണത് മറ്റേ ഒപ്പം, അതുപോലെ തന്മാത്ര, പിന്നെ ദൃശ്യം, ഈ വക സിനിമകളിലൊക്കെ നമ്മൾ കണ്ടൊരു ലാലേട്ടനുണ്ട്. ആ ഒരു ചാമുള്ള, ആ ഒരു 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 കുട്ടിത്തുള്ള, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു ലാലേട്ടനുണ്ട്. ആ സെയിം സാധനം ഇവിടെ ഇവിടെ കിട്ടി. പണി അറിയാവുന്ന ഒരു ഡയറക്ടറിന്റെ കയ്യിൽ, പണി അറിയാവുന്ന ഒരു കഥാതിരക്കഥ സംവിധാനമൊക്കെ എഴുതിയ ഒരാളുടെ കയ്യിൽ ലാലേട്ടനെ കിട്ടിക്കഴിയുമ്പോൾ പുള്ളി അങ്ങോട്ട് മോൾഡ് ആവണ കാണണം. സെക്കൻഡ് ഹാഫിൽ ഒരു ചിരിയുണ്ട്, പുള്ളിയുടെ ഒരു മാനറിസങ്ങളുണ്ട്, പുള്ളിയുടെ ഇമോഷൻസ് എല്ലാം ഒപ്പിയെടുത്ത് ആ പടത്തിന് വേണ്ട രീതിയിൽ അത് അങ്ങോട്ട് വച്ചാൽ മാത്രം മതി. പടം അങ്ങോട്ട് ബ്ലെൻഡായി, ഇമോഷൻ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ പടം. ഒരു രക്ഷയില്ലാത്തൊരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യണത്. നമ്മൾ ത്രൂ ഔട്ട് ഇങ്ങനെ പടം ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുക. അത് ആ സിനിമയുടെ അഭിനയിച്ചിരിക്കുന്ന ആളുടെയും, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഡയറക്ടറിനും കഴിവ് മാത്രമാണ്. പടത്തിന്റെ ആദ്യത്തെ 10 മിനിറ്റോ അവസാനത്തെ 10 മിനിറ്റോ അങ്ങനെ ഒന്നും പറയാനില്ല. പടം ത്രൂ ഔട്ട് 2.25 മണിക്കൂറും പടം നമ്മളെ പിടിച്ച് എൻഗേജ് ചെയ്തിരുത്തി. അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട് പടം കണ്ടിറങ്ങി കഴിയുമ്പോൾ. ലാലേട്ടൻ ഒരു ക്ലാസ് പടം കണ്ടിറങ്ങി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിത് എന്തോരം പറഞ്ഞാലും മതിയാവില്ല, കാരണം ലാലേട്ടനെ വർണ്ണിക്കാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞാൽ മതി. ബീങ് എ ലാലേട്ടൻ ഫാൻ, എനിക്ക് കുറേ നാൾക്ക് ശേഷം, ഞാൻ കുറേ നാളെ ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നു, കുറേ നാൾക്ക് ശേഷം കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ. ആ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഇന്ന് ഈ പടത്തിന് കിട്ടി. സമാധാനമായി, സന്തോഷമായി. കാരണം ഒരു ക്ലാസ് സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പറ്റിയെന്നുള്ള ഒരു 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 സന്തോഷം. പിന്നെ പടത്തിൽ എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, കൊറിയോഗ്രാഫി, അല്ലെങ്കിൽ ബാക്കിയുള്ള ജനറൽ ടെക്നിക്കൽ മീഡിയാസ്, ടെക്നിക്കലായിട്ടുള്ള സൈഡിലുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ആ ഒരു മലവെള്ളപ്പാച്ചിലെ കാണിക്കുന്നുണ്ട്, ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ അൾട്രാ ബ്രില്യൻസിയാണ്. പിന്നെ കൂടെ സപ്പോർട്ട് ചെയ്ത ആക്ടേഴ്സ് എല്ലാം അവരുടെ പീക്ക് ലെവലിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ കൂടെ ലാലേട്ടൻ വരുമ്പോൾ അവരെല്ലാവരും ഒരടി താഴെ നിൽക്കുള്ളൂ. കാരണം പുള്ളിയുടെ ആ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു റോളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ലാലേട്ടൻ ഇങ്ങനെ നടക്കുക, അങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യും. പുള്ളിയുടെ ആ ഒരു മാനറിസങ്ങളെല്ലാം ബ്രില്യൻ്റാ, ഒരു രക്ഷയില്ലാത്ത സാധനങ്ങളാണ്, ഒരു രക്ഷയില്ലാത്ത സാധനങ്ങൾ. അപ്പോൾ പടം തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ വാച്ച് ചെയ്യുക. നല്ല സിനിമയാണ്, നല്ല സിനിമയെ സപ്പോർട്ട് ചെയ്യുക. അവിടെ നമ്മുടെ മലയാളത്തിലുള്ള 2 ബിഗ് ഗംസ് ആണ്. ഒരു ബിഗ് ഗമിൻ്റെ ഒരു ചെറിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, രജപുത്ര ബാനറിൽ ഇറങ്ങിയേക്കണത്. പക്ഷെ പടം ഒരു കോട്ടയംകാരൻ, അല്ലെങ്കിൽ ഒരു പത്തനംതിട്ടക്കാരൻ, ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു മനുഷ്യന്റെ കഥ. അത് മാത്രം മതി 1 ലൈനായിട്ട്. പോയി കാണും മക്കളെ.